ഡോക്ടറാകാൻ ആഗ്രഹിച്ച് വിദേശ പഠനത്തിന് പോയ സാവരി എന്ന പെൺകുട്ടിയെ മതപരിവർത്തനത്തിന്റെ പേരിൽ തല്ലിക്കൊന്നിരിക്കുന്ന ഒരു മുസ്ലിം യുവാവ്. മതപരിവർത്തനം നിഷേധിച്ചാൽ മരണമാണോ പരിഹാരം, കിൽ ജിഹാദ് എന്ന പേരിലൊക്കെ അന്തിച്ചർച്ചകൾ ഇങ്ങനെ മുറുകുമ്പോൾ ആ പെൺകുട്ടിയുടെ വിയോഗത്തിൽ കുടുംബത്തോടൊപ്പം വേദനയെ പങ്കുകൊണ്ടുകൊണ്ട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, പ്രബുദ്ധരായ ജനത മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമിൽ ഒരു മുസ്ലിമായ പുരുഷനും സ്ത്രീയും വിവാഹത്തിന് മുന്നേയുള്ള പ്രണയം നിഷിദ്ധമാണ്, ഹറാമാണ്, അനുവദനീയമല്ല. ശക്തമായ നിലയിൽ അത് വിലക്കിയിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. ഒരു അന്യായ സ്ത്രീയുടെ മുഖത്ത് നോക്കാൻ, അവളോടൊപ്പം സല്ലപിക്കാൻ, സംസാരിക്കാൻ, മൊബൈലിലാവട്ടെ ചാറ്റിങ്ങിലാവട്ടെ, അവളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, അവളോടൊപ്പം യാത്രകൾ ചെയ്യാൻ, അവളോടൊപ്പം സഹവസിക്കാൻ ഒന്നും ഇസ്ലാം അനുവാദം നൽകാത്തപ്പോൾ ആ ഇസ്ലാമിൻ്റെ ഒരു വക്താവിന്, അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിവാഹത്തിന് മുന്നേയുള്ള പ്രണയം സാധ്യമാകുക? അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി തോന്നിയ പോലെ ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്. അവരെയൊക്കെ കൊണ്ടുപോയി ഇസ്ലാമിൻ്റെ തലയിലേക്ക് വെക്കരുത്. അങ്ങനെ നീയൊക്കെ മതപരിവർത്തനം നടത്തി വന്നാൽ ഇവിടെ ഞങ്ങൾക്ക് ആളുകളുടെ എണ്ണം കുറവൊന്നുമില്ല, ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു പ്രതിഫലവും ഉണ്ടാകൂല. നീയൊക്കെ കൊണ്ടുവരുന്നത്, അതാണ് ഹദീസിന്റെ ആരംഭഘട്ടത്തിൽ പറയുന്നുണ്ട്, ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും ചെയ്യുന്ന പ്രവർത്തനം അത് നിന്റെ കരുതൽ, നിന്റെ നിയ്യത്തനുസരിച്ചുകൊണ്ടാണ്. നീ പ്രണയിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിൽ നിനക്ക് യാതൊരു പ്രതിഫലവുമില്ല എന്ന് ആദ്യം പറയാം. രണ്ടാമതായി, നീ ചെയ്യുന്നത് പച്ചയായ ഹറാമാണ്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശിക്ഷയുള്ള കാര്യമാണ്. അപ്പോൾ ഇനി പ്രണയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉസ്താദുമാർ പറഞ്ഞ മൊയ്ലിയാരുടെ പണി നോക്കിയാൽ പോരെ, പള്ളിയിൽ പോയിരുന്നാൽ പോരെ, മൊയ്ലിയാരെ കിട്ടുന്ന തട്ടിലെ ചോറ് തിന്നാൽ പോരെ, എന്തിനാ കമിതാക്കൾക്കിടയിലെ കട്ടുറുമ്പായി മാറുന്നത്? പ്രണയിക്കുന്നവർ പ്രണയിക്കട്ടെ, അവർക്കിടയിലെ മതിലുകളായി മതങ്ങൾ മാറുന്നത് എന്തിനാ? ഇങ്ങനെയൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകളിൽ ഇന്ന് ലവ് ജിഹാദിന്റെ പോസ്റ്ററുകളാണ്. അപ്പൊ അവന്മാരെന്ന് ഉദ്ദേശം നല്ലതല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അവർക്കുള്ള ഇരയാക്കി നീയൊക്കെ ഇട്ടുകൊടുക്കരുത്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ അനുവദനീയമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിറക്കുന്ന ഈ മുസ്ലിം പേരുള്ള ആളുകളുണ്ടല്ലോ, അവരെ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയേണ്ടതില്ല. നിനക്കൊക്കെ എന്തെങ്കിലും തോന്നിവാസം ചെയ്യണമെങ്കിൽ എൻ്റെ പൊന്നു സഹോദര, ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി കൊടുത്തിട്ട് പോകും. ഇനി നിന്റെ മാതാപിതാക്കൾ, അവർ ജീവിക്കുന്ന സൊസൈറ്റി, അവരൊക്കെ അത് പേടിച്ചിട്ടാണ് നീ മതപരിവർത്തനത്തിന് വേണ്ടി. എൻ്റെ പൊന്നോ, ഇത്രയും കാലം ജീവിച്ചത് ഒരു മുസ്ലിമിന്റെ യാതൊരു അടയാളവും ഇല്ലാതെയല്ലേ? എങ്കിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് പൊക്കോ. ഇവർ ലിവിങ് ടുഗദറും എല്ലാ സാധനവും അനുവദിച്ച് നൽകിയ ഒരു രാജ്യമാണ്. നീയൊക്കെ അങ്ങനെ ജീവിച്ചോന്നേ. എന്തിനാണ് വെറുതെ ഈ പഴി കേൾപ്പിക്കാൻ വേണ്ടി വരുന്നത്? അങ്ങനെ പറയുന്നത്, എന്തിനാ ഈ പഴി കേൾപ്പിക്കാൻ വേണ്ടി വരുന്നത്? ഇനി നീയൊക്കെ എങ്ങാനും കല്യാണം കഴിച്ച് അവളുടെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ നിന്റെ വാപ്പായും ഉമ്മയും, അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ കൂടി സമ്മതിച്ച് നിങ്ങൾ വിവാഹം കഴിച്ച്, നീയൊക്കെ വിവാഹം കഴിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ അച്ചാറിൽ ഉപ്പില്ല എന്ന് പറഞ്ഞ് നീയൊക്കെ കുടുംബത്തല്ലുണ്ടാക്കും. ആ തല്ലുണ്ടാക്കി നീയൊക്കെ പിരിയുമ്പോൾ അപ്പോഴും വരും മതപരിവർത്തനം, ലവ് ജിഹാദ്. എൻ്റെ പൊന്നു സഹോദരങ്ങളാ, എന്തിനു വേണ്ടിയാണ് ഈ ഞങ്ങൾ സാധുക്കളായി ഞങ്ങളൊക്കെ തെറിയേൽപ്പിക്കുന്നത്? ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നോക്കിക്കൂ, ഇതിന്റെ താഴത്ത് വരുന്ന കമന്റുകൾ നിസ്സാരമായിരിക്കില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് അപേക്ഷയാണ്, വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഈ ഇസ്ലാം മതത്തെ വലിച്ചിഴക്കരുത്. അതിന് നിങ്ങൾ കാരണക്കാരാവരുത്.